അല്ലെങ്കിൽ ഒന്നിലും നമ്മൾ തീവ്രമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നത് ശരിയല്ല. ഒന്നിലും തീവ്രമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്കെല്ലാം അത്രയും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരാൾ എന്നോട് പറയുകയാണ് ഞാൻ പഠിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ അയാൾ തെറ്റാണെന്ന് പറയാനുള്ള വിവരം എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ എതിർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ അത് തെറ്റാണ് എന്ന് പറയും. ഞാൻ മരിച്ചതിന് ശേഷം മറ്റൊരു ലോകം കണ്ടിട്ടില്ല. കാണാത്തിടത്തോളം അയാൾ തെറ്റാണ് എന്നെങ്ങനെയാ പറയും? ഞാൻ അയാൾ ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ അയാളെ വിമർശിക്കുന്നതിൽ എനിക്ക് യാതൊരു അവകാശമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആക്സെപ്റ്റൻസ്, അവർ പറയുന്ന അവരുടെ ശരികളാണ്, നമ്മളുടെ ശരികളല്ലെങ്കിൽ കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ശരികളാവുന്ന ആക്സെപ്റ്റൻസ് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പറ്റും. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ലൈഫിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. എല്ലാം മോട്ടിവേഷനാണ്. യാത്ര പോകണം എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകളാണ് പഠിക്കുന്നത്. കുട്ടികളിൽ അല്ല, ഇതിലൊന്നും ഇത്ര വലിയൊരു ബുദ്ധിയൊന്നും വേണ്ടാന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഇന്നലെ ഞങ്ങൾ കൊണ്ടു നടന്ന പലതിനെയും എത്രയോ എണ്ണത്തിന് അവൻ മാറ്റി വെച്ചിട്ടില്ല. അത് മാറ്റിവെക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ലാന്ന്. ഏറ്റവും ചെറുപ്പത്തില് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് അതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലല്ലോ. ഓരോന്നോരോന്നും നോക്കിയേക്ക്. ഇത് മാത്രമല്ല, ഒരു ബിലീഫ് സിസ്റ്റം തന്നെ അവര് പലതും ചിന്തിച്ചിട്ടുണ്ടാവും, പല വിശ്വാസങ്ങളുണ്ടാകും, പലരും പല ആദർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, എത്രയോ വഴിയിൽ മാറ്റുന്നുണ്ട്. ഇനിയിപ്പോ ആ ചെന്നതാണ് ശരിയെന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമോ? കാരണം അതിനപ്പുറത്തേക്കുള്ള വിവരം അവന് കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അതിന്റെ അപ്പുറത്തെ വിവരം അവൻ്റെയൊക്കെ എത്തുമ്പോഴേ, കാരണം ഇപ്പൊ ചെന്ന് നിൽക്കുന്നത് അതിനേക്കാൾ വലിയ കുഴിയിലാന്ന് മനസ്സിലാവുന്നത്, നെക്സ്റ്റിലേക്ക് മാറണം. ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ഇനിയും പുതിയത് കാണാനും കേൾക്കാനും അറിയാനുമുള്ള ആ ഒരു അത്യാർത്ഥി നമുക്ക് വേണം. ഈ ആളുകളാണ് ഇത്തരം മോട്ടിവേഷൻ ആളുകൾക്ക് പോവുള്ളൂ. മറ്റവർക്ക് എന്താണ്, വണ്ടിക്ക് ബോർഡില്ലെങ്കിലും പ്രശ്നമല്ല, എവിടേക്ക് പോയാലും രാത്രിയാവണം വൈകുന്നേരം വരെ ജീവിച്ചു പോകണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ കോൾ ചെയ്യണം, അവർക്കൊക്കെ ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോസ് കാണണം, ഇത്ര തന്നെ. ഇതിനപ്പുറം ജീവിതത്തിൽ അവന് ഇവിടെ ഒരു പേമല്ലേ ഈ കാണുന്ന നമ്മൾ ഈ വീണ്ടും വീണ്ടും ഞാൻ ഈ പ്രകൃതിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനൊരു പഴം കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ അതാണ് അതിന് ആ പഴം നൽകുക എന്നുള്ളതാണ് അതിന്റെ ഈ ഒരു അത്തിപ്പഴം ഇവിടെ ജീവിച്ചിരിക്കാനുള്ള കാരണം അതിനതാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഇതിനതുണ്ട്. ഒരു അത്തിമരത്തിന് ഇങ്ങനെ ഒരു സാധനം ഭൂമിയിൽ മനുഷ്യന്മാർക്ക് നൽകണം എന്നുണ്ട്. ഒരു മൂച്ചിയാണെന്ന് വിചാരിക്കുക, ഒരു അല്ലെ, അതിന് മാങ്ങ നൽകണം എന്നാണ്. മാവ് അല്ലെ, മാവ് മാങ്ങ നൽകും. എന്നാൽ ഒരു പിലാവാണെങ്കിലും ചക്ക നൽകും അല്ലെ. ഇതിനൊക്കെ ഒരു എന്താണ്, ഒരു കൃത്യമായ ഒരു കാര്യം ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കഴിച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആള് മോട്ടിവേറ്റഡ് അല്ലേ? അതെ, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ ഈ ചെറിയ ചെറിയ മരത്തിന് വരെ ഈ ലോകത്ത് നിൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഇത്രക്കും ബുദ്ധിയുള്ള ഇത്രക്കും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മനുഷ്യന് ഇവിടെ നിലനിൽക്കാൻ ഒരു കാരണം വേണ്ടേ? ഉണ്ടാവണല്ലോ. അവന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് ഇന്ന് ലോകത്തുള്ളത്. കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യാതെ ഞാൻ ജീവിച്ചു പോകുമ്പോൾ നാളെ എന്നെ ഓർക്കാൻ ഇവിടെ ഒരു വര ഞാൻ വരച്ചു വെക്കണം, ആ വര കാരണം എന്നെ ഒന്നും ഓർക്കണം എന്ന് വിചാരിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളെ മുമ്പിൽ കാണുന്ന ചിത്രശലഭം ഒരു തേനീച്ചയാണെങ്കിൽ അതിനിവിടെ ഒരു കാരണമുണ്ട്. ഇവിടെ ലോകം മുഴുവൻ പരാഗണം നടത്തുന്നത്, അല്ലെങ്കിൽ തേനീച്ചനെ പണിയെടുക്കുന്നത്, അത് തേൻ കുടിക്കുന്നുള്ളൂ, പരാഗണം നടത്തണമെന്ന് അറിയിച്ചൊന്നുമില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യനും അങ്ങനെ വേണ്ടേ? ഈ ലോകത്താണ് ജീവിച്ചിരിക്കുന്നതിന് ഒരു കാരണം വേണ്ടേ? അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുകയും അതിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്താവുന്നതിലേക്ക് ചില ആളുകളൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ കൂടെ നിർത്തി പലരുമായി സംശയങ്ങൾ ചോദിച്ച് നിരന്തരം പഠിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്ത്യ ചെറുപ്പത്തില് നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് അന്ന് മടക്കണത്തണ്ടാണ് നമ്മളെ ബാറ്റ് അല്ലെ. പക്ഷെ ആ മടക്കണത്തണ്ടിൽ നിന്ന് നമ്മളെ സാധാ ബാറ്റായി, അതൊരു അത്ഭുതം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്കത് കിട്ടുക എന്നുള്ളത് ഇതിലൊരു രസകരമായ ഒരു സംഭവം പറഞ്ഞത്. ഇതിന്റെ ബാറ്റിന് പോലുള്ള ഗ്രിപ്പ് വരും. അപ്പൊ നമ്മൾ പുതിയ ബാറ്റ് കിട്ടിയ സമയത്ത് ആ ഗ്രിപ്പ് പൊട്ടി, അടുത്ത ഗ്രിപ്പ് ഇടണം. ഞങ്ങളൊരു വീടിന്റെ നിൽക്കുകയാണ്. ഈ വീടിന്റെ മരുന്ന് പലരും പല ഐഡിയകളും പറയുന്നുണ്ട്. എല്ലാം അന്ന് യൂട്യൂബ് അതൊന്നും ചെക്ക് ചെയ്യാനൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇടുന്നതാണ് പല രീതിയിൽ ഇങ്ങനെ അമർത്തി നോക്കി പല രീതിയിലൊക്കെ പുഷ് ചെയ്തൊക്കെ നോക്കിയിട്ട് അത് കയറുന്നില്ല. അടുക്കളയിൽ നിന്നൊരു വീട്ടമ്മ വന്നിട്ടാണ്, മോനെ ഇത് ഈ കവറിലൊന്ന് ഇട്ടിട്ട് അതൊന്ന് ഇറക്കി നോക്കും പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ കവർ ഇട്ടിട്ട് അത് ഇറക്കിയപ്പോൾ സിമ്പിളായി താഴത്തേക്ക് പോയി. ആ വീട്ടമ്മ ക്രിക്കറ്റ് ഒരു നേരം കണ്ടിക്കണോന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതും നമുക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ അല്ലേ, ഒരു അറിവാണ്, അതൊരു മോട്ടിവേഷൻ ആണ്. രണ്ടാൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. കാരണം മടക്കനെ തണ്ടെന്ന് നമ്മളൊരു ബാറ്റ് എന്ന സ്വപ്നം നമ്മൾ മേടിച്ചിട്ട് ആ അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഒരു അതിന്റെ ഒരു ഭാഗത്ത് പോലും ടച്ച് ചെയ്യാത്തൊരു വ്യക്തി വന്നിട്ടാണ് അതിലേക്ക് വേണ്ട ഒരു സംഗതി പറഞ്ഞു തന്നത്. അപ്പൊ ആരിൽ നിന്നാണ് ഇത് കിട്ടുക എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിയില്ല.
എവിടുന്ന് നമുക്ക് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ വിവരം, അത് വിവരം നല്ല വിവരമാണെന്ന് അറിയാനുള്ള വിവരം നമുക്ക് വേണം എന്നേ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൂടെ, മോട്ടിവേഷൻ എന്നത് ഇതിനു മുമ്പ് രാജ്യത്തിന്റെ ഒരു ഫ്രൈസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? അപമാനമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്താണ് അതിന് വാക്ക് ഉപയോഗിച്ചത്? അതെ, ഇൻസൾട്ട് ഈസ് ദ ബിഗസ്റ്റ് മോനെ, ഇൻസൾട്ട് ഈസ് ദ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ ഇൻസൾട്ടഡ് ആവുന്ന സമയത്ത് നമുക്കപ്പോ ഒരു തരം വാശിയാണ്. അത് എല്ലാവർക്കും അല്ല, അത് പറഞ്ഞിട്ട് എല്ലാരും ഇനിയിപ്പോ നെഞ്ചത്തോട്ട് കയറരുത്. പക്ഷേ ഞാൻ എന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തില് ഞാൻ പഠിക്കാനൊക്കെ വളരെ 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 മറ്റുള്ളവരെല്ലാരും കേറി പോകുന്നത് കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ പറയാം പോസിറ്റീവായിട്ട്. ആകാശവാണി പറഞ്ഞു യേശുദാസിന്റെ സൗണ്ട് പോരാ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞൊരു വീഡിയോ കാണലുണ്ട്. പക്ഷെ ഇന്ന് ആ ലോകം മൊത്തം ആളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോ പഠിക്കുന്ന ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് വഴക്ക് പറയും, നന്നായിട്ട് വഴക്ക് പറയും, ഒന്നും വർക്കൗട്ട് ആവില്ല. പക്ഷെ അച്ഛൻ അവിടെ ഒരു ചെറിയൊരു ടാക്ടിക്സ് എടുത്തു. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അമ്മയെ വഴക്ക് പറയും. അമ്മയെ വഴക്ക് പറയുമ്പോൾ, അമ്മയെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്കത് പൊള്ളും. ഞാൻ ഇരുന്ന് പഠിക്കും ഒരു 3-4 ദിവസം. പിന്നെയും വഴക്ക് പറയും, പിന്നെയും ഞാൻ പഠിക്കും, പിന്നെയും അങ്ങനെ പഠിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല. അവിടെ ഞാൻ അവരുടെ ആ ട്രാക്കിലോട്ട് വരുന്നു എന്നുള്ളതാണ്. അല്ല, ജീവിതത്തില് ഇത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോ മോട്ടിവേഷൻ മാത്രമായിട്ട് ഇതിൽ ഒതുക്കുന്നില്ല. ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മോട്ടിവേഷൻ മാത്രമല്ല, നമ്മുടെ ഗോൾ സെറ്റിങ്സ്, നമ്മൾ അതിലേക്കുള്ള വേ ക്രിയേറ്റ് ചെയ്ത ടൂർ, എന്താണ് പറയാ, നമ്മൾ ഒരു ബിസിനസ്സിൽ പറയുന്നുണ്ടല്ലോ ടൂർ പ്ലാൻ. അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ ഗോളിലേക്ക് എത്താനുള്ള ടൂർ പ്ലാൻ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കുകയും. ഇതൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സമൂഹത്തിന് എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്. നമ്മുടെ ഒരു ഗോള് പറയുന്നു, അതിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗോള് എന്താണെന്ന്. ഇപ്പൊ ChatGPT-കളുടെ കാലം, എന്താണ് ടൂർ പ്ലാൻ എന്ന് വരെ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് എഴുതിയതിനു ശേഷം എനിക്ക് ഇതിലേക്ക് ടൂർ പ്ലാൻ ഒരു 10 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായത് നമ്മളെ കൂടെ നിരുന്ന് അതെന്ത് ചെയ്യും, ഉണ്ടാക്കും. അത് പോരെങ്കിൽ അടുത്ത പ്രോംപ്റ്റ് ഇടാൻ പറ്റും. ഇതിങ്ങനെയാണ് വേണ്ടത്, ഇത് അവിടെ ഒന്നും ഇങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടൂർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റും. ഞാനിത് പ്രേക്ഷകരോട് പറയുന്നത് എന്തിനാണെന്നറിയോ, ഈ ടെർമിനോളജീസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആകെ പേടിക്കൊന്നും വേണ്ട. ഇനി എന്താണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആളുകൾ ചില കാര്യങ്ങളിലൊക്കെ താഴെ ഇടാറുണ്ട്. വളരെ ഈസിയാണ്. അത് നേരെ അങ്ങ് ChatGPT-യിലേക്ക് എഴുതുക, എന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, എനിക്കൊരു ടൂർ പ്ലാൻ ഉണ്ടാക്കണം, എന്റെ ഗോൾ ഇന്നതാണ്. ഓഫ് കോഴ്സ് ഉണ്ട്, എന്തൊരു സന്തോഷത്തോട് കൂടിയാണ് മൂപ്പര് എഴുതലെന്ന് അറിയാം. എനിക്കത് എഴുതാണുമ്പോ തന്നെ എനിക്ക് ഒരു അത്ഭുതം തോന്നും. ഞാൻ റെഡി എന്നായിട്ടാണ് ഈ ChatGPT എഴുതി തുടങ്ങുക. നമ്മൾ പ്രതീക്ഷിക്കാതെ, അപ്പൊ ഇനി പ്രതീക്ഷിച്ച ഭാഗങ്ങളിലേക്ക് അത് എത്തിയില്ലെങ്കിൽ വീണ്ടും അടുത്ത പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഇതൊക്കെ വളരെ ഈസിയായി ഏത് വിവരവും ഒരു വിരൽത്തുമ്പിലേക്ക് വന്ന കാലമാണിത്. അപ്പൊ ഇതൊക്കെ നമ്മളെ പ്രേക്ഷകർ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മള് അപ്പോ ഞാൻ പണ്ടെങ്ങാണ്ടോ വായിച്ചതാണ്, ഈ ക്രൈം ചെയ്ത ആളുകൾ, പ്രത്യേകിച്ചും കൊലപാതകം ചെയ്ത ആളുകളിൽ ഒരു 70-75% ആളുകളും പറയുന്നത് ഒരു നിമിഷത്തെ മാനസിക ആ ഒരു കൺട്രോൾ കൈവിട്ട് പോയത് കൊണ്ടാണ് ഞാൻ ആ ക്രൈം ചെയ്തത് എന്നുള്ളതാണ്. ഒരു പക്ഷേ അവിടെ ആ പോയിന്റിൽ ഒരു മോട്ടിവേഷൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അയാൾ ഒന്ന് താങ്ങാൻ, ഇത് കൊലപാതകം ചെയ്തവർ മാത്രമല്ല, ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരും ഇവിടെയൊക്കെയാണ്. അവിടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു തെറ്റായ തീരുമാനത്തിലോട്ട് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് 70-75% ആളുകളും. അപ്പൊ ഈ നമ്മൾ മോട്ടിവേഷൻ എപ്പോഴും നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു ഇഷ്യൂ, ഒരു സംഭവം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു എന്ന് വെച്ചുകൊണ്ട് അത് മൊത്തത്തിൽ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരം, അത് ശരിയല്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഒരു പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ശരികൾ ഉണ്ടായിരിക്കും, അദ്ദേഹം തീർച്ചയായിട്ടും 100% അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പറയുന്നത്, ഇത്തരം ചിലപ്പോ ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഒരുപാട് വിശദീകരിച്ചല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഒരു ഐഡിയയിലായിരിക്കില്ല ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. പല ചാൻസുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ പറഞ്ഞതായിരിക്കില്ല, ഞാൻ ഇതല്ല ഞാൻ ഇതാണ് പറഞ്ഞത്, ഈ പറഞ്ഞത് അത്രയും വെറുതെ. മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ട് പറയാണ് പറഞ്ഞ് മനസ്സിലാക്കുക, പറയാ, ഷെയർ ചെയ്യുക, നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ അറിവുകൾ പറയുന്നത് എങ്ങനെയുള്ള വിവരമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവരം നമ്മുടെ ഓഡിയൻസിന്. നമ്മൾ എന്ത് പറയുമ്പോഴും ഇത് നമ്മളുടെ ഒരു വേൾഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത, അതായത് എനിക്ക് എന്റെ ഉള്ളിലൊരു വേൾഡ് ഉണ്ട്, എന്റെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. രാജിന്റെ ഉള്ളിൽ ഒരു ലോകമുണ്ട്. രാജ് ഇത്രകാലം പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതും അത് വെച്ച് രാജു പറയുന്നു.
അതേപോലെ നമ്മുടെ സഹോദരനും അത് വെച്ച് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവുക. അത് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ഇങ്ങനെ അറിയാനുള്ള ഒരു കണക്ഷൻ ഇന്ന് ലോകത്തില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയാണുള്ളത് കൃത്യമായി അറിയാൻ രാജിനോ അതുപോലെ അവർക്കൊക്കെ കഴിയുന്ന ഒരു മെഷീനും നമ്മൾ ഓപ്പൺ ആയിരിക്കുക. നമ്മുടെ അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകരോടും കൂടുതൽ ആയിട്ട് അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഒരുപക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ശരിയായിരിക്കും. അപ്പൊ നമുക്കും അത് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയും വരട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഒന്നും കൂടെ ഈ ഒരു ചോദ്യമാണല്ലോ ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ നമുക്ക് നൽകാൻ പറ്റിയത്. അതുകൊണ്ട് താങ്ക് യു.